നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട കുറച്ച് GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നതൊക്കെ നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കടക്കാം. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. പയ്യസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പയ്യസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. PhD എന്നതിൻ്റെ പൂർണ്ണ രൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി. PhD എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നത്. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട്. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട്. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടകം. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടകം. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധ്. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധാണ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം ഡൽഹി. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം ഡൽഹി. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്ന്? ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് 2017 ഏപ്രിൽ 1 2013 സ്ഥാപിച്ചതാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്നത്. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ചപ്പേക്കർ സഹോദരന്മാരാണ്. ചപ്പേക്കർ ബ്രദേഴ്സാണ് ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത്. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം. അടുത്ത ചോദ്യം. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം സിംഹമാണ്. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം സിംഹം. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ R രാമചന്ദ്രൻ നായരാണ്. ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ R രാമചന്ദ്രൻ നായർ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബൻ ബത്തൂത്ത ഏത് രാജ്യക്കാരനായിരുന്നു? മൊറോക്കോക്കാരനായിരുന്നു ഇബൻ ബത്തൂത്ത. മൊറോക്കോക്കാരനായിരുന്നു ഇബൻ ബത്തൂത്ത. 1857 കലാപത്തെ ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബെഞ്ചമിൻ ഡിസ്രയേലി. ബെഞ്ചമിൻ ഡിസ്രയേലിയാണ് 1857 കലാപത്തെ ദേശീയ ഉയിർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. 1871 അവിഭക്ത പഞ്ചാബിൻ്റെ തലസ്ഥാനമായ നഗരം ഷിംല. 1871 അവിഭക്ത പഞ്ചാബിൻ്റെ തലസ്ഥാനമായ നഗരം ഷിംലയാണ്. 99 വെള്ളപ്പൊക്കം എന്ന് പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് എപ്പോഴാണ്? 1924 1924 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ് PSCയുടെ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമറാണ്. അടുത്ത ചോദ്യം. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അപ്പോളോ സീരീസിലെ അവസാന പേടകം അപ്പോളോ 17. അപ്പോളോ സീരീസിലെ അവസാന പേടകമാണ് അപ്പോളോ 17. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്ററാണ് മറൈൻ 1. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമാണ് എയർഫോഴ്സ് 2. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 2. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേനാംഗം സുഹാസ് ബിശ്വാസ് ആണ്. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേനാംഗം സുഹാസ് ബിശ്വാസ്. ആനി ബസന്റ് അന്തരിച്ച വർഷം 1933. ആനി ബസന്റ് അന്തരിച്ച വർഷമാണ് 1933. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ.
യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരി. യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരി. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ജഗ്ജീവൻ റാം. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ജഗ്ജീവൻ റാം. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷൻ്റെ ചെയർമാൻ ധരംവീരയാണ്. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷൻ്റെ ചെയർമാൻ ധരംവീര. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് മൻമഥനാഥ് റോയ് ചൗധരി. ഇന്ത്യൻ പ്രസിഡന്റിനെ തലസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ഇന്ത്യൻ പ്രസിഡന്റിനെ തലസ്ഥാനത്തു നിന്നും നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം വഹിച്ചത് മൊറാർജി ദേശായി. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം രാജിവെച്ചത് മൊറാർജി ദേശായി. പ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ ആളാരാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ മൊറാർജി ദേശായി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരി. ഇന്ത്യയിൽ ദേശസൂചിക GI ടാഗ് ലഭിച്ച ആദ്യ അരിയാണ് പൊക്കാളി അരി. ഇന്ത്യയിലെ US അംബാസഡറുടെ വസതി റൂസ്വെൽറ്റ് ഹൗസ് ആണ്. ഇന്ത്യയിലെ US അംബാസഡറുടെ വസതി റൂസ്വെൽറ്റ് ഹൗസ്. ഇന്ത്യയിലെ ആദ്യ ഭൂരഹിതരില്ലാത്ത ജില്ല കണ്ണൂർ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ്. ഗുരുഗ്രാമിലെ ഗുഡ്ഗാവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ചന്ദിരൂർ. ആലപ്പുഴയിലെ ചന്ദിരൂരാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25-നാണ്. എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി രാജാ ആനന്ദ് ചന്ദ്. എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് രാജാ ആനന്ദ് ചന്ദ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഏതു നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജവതി നദിയിലാണ്. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഏതു വടക്കുകിഴക്ക് സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നത്? ത്രിപുരയിലാണ്. ഏതു സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗമുള്ളത്? ഗോൾഡ് റഷ് എന്ന സിനിമയിലാണ്. ഏതു ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? കോഴിക്കോട് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്. ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലിക സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? 1997 ഓഗസ്റ്റ് 15-ന് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു. ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങൾ 489. ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങൾ 489. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം? 28 ദിവസം വേണം. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരങ്ങൾ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്ത. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബെൻഡില ഡിക്കോത്ത. 2004-ലാണ് ഇത്. ഒഴുകുന്ന ജലത്തിലുള്ള ഗതികോർജം. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർലൂ യുദ്ധക്കളം ഏത് രാജ്യത്താണ്? ബെൽജിയത്താണ്. ബെൽജിയത്ത്. വാലസേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കത്താണ്.
ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് യോഗാനന്ദ പരമഹംസ. യോഗാനന്ദ പരമഹംസയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത്. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന മുദ്രാവാക്യം വിളിച്ചത്. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലം ഘർഷണബലം. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമാണ് ഘർഷണം. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. ഈ അഗ്നിപർവ്വതത്തിൻ്റെ പേര് താമു മാസിഫ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമു മാസിഫ്. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവോ. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവോ. കർണകുതൂഹലം രചിച്ചത് ഭാസ്കരാചാര്യ രണ്ടാമനാണ്. ശരീര വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ശരീര വലുപ്പവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന ജീവിയാണ് ഒട്ടകപ്പക്ഷി. ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജലജീവി ഡോൾഫിനാണ്. ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജലജീവി ഡോൾഫിൻ. കാർബോണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? കാർബോണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇറ്റലിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്. കാർണലൈറ്റിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ് എന്നാണ്. കാർണലൈറ്റിൻ്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ്. കാർണലൈറ്റ് ഏത് ലോഹത്തിൻ്റെ പ്രധാന അയിരാണ്? പൊട്ടാസ്യത്തിൻ്റെ പ്രധാന അയിരാണ് കാർണലൈറ്റ്. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007 കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007. കുരാമദേര ബുദ്ധക്ഷേത്രം എവിടെയാണ്? ക്യോട്ടോയിലാണ് കുരാമദേര ബുദ്ധക്ഷേത്രം. ക്യാപിറ്റലിസം ഇൻ ക്രെഡിറ്റ്സ് ആരുടെ കൃതിയാണ്? ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതിയാണ്? ഫിഡൽ കാസ്ട്രോയുടെ കൃതിയാണ് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് എന്നത്. ദെൻ ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജൻ വാതകമാണ്. ഷീസോഫ്രീനിയ ഏത് രോഗമാണ്? മാനസിക രോഗമാണ് ഷീസോഫ്രീനിയ. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? 340 മീറ്റർ. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? അനിശ്ചിതകാലം വരെ തുടരാൻ പറ്റുന്ന അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. ദെൻ CBIയുടെ ആദ്യ ഡയറക്ടർ DP കോഹ്ലി. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യനാണ്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സിംഹഭൂമി രചിച്ചത് SK പൊറ്റക്കാട്. സിംഹഭൂമി എന്ന കൃതി രചിച്ചത് SK പൊറ്റക്കാട്. സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. സ്വത്തുവിവരം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പ്രതിഭ പാട്ടീൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവാണ് രാജ്യവർദ്ധസിംഗ് റാത്തോഡാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഫീൽഡ് മാർഷൽ SHFJ മനേക്ഷയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഹിമാലയത്തിൽ ഏറ്റവും പുറത്തുള്ള മലനിര ശിവാലിക് മലനിരയാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള മലനിര. ഹീബ്രു ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേൽ. ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപവൽക്കരിച്ച വർഷം 2016. ചീഫ് കമ്മീഷണർ ഓഫ്
സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ. ചുയിങ്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ചിക്കു. ചുയിങ്കം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ചിക്കു. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. ജൻധൻ യോജന ആരംഭിച്ചത് എന്നാണ്? 2014 ഓഗസ്റ്റ് 28-നാണ് ജൻധൻ യോജന ആരംഭിച്ചത്. 2014 ഓഗസ്റ്റ് 28. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? 1438 മീറ്ററാണ് ജലത്തിൽ ശബ്ദത്തിൻ്റെ സെക്കൻഡിലുള്ള വേഗം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. നെൽസൺ മണ്ടേല എത്ര വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് 1990 മോചിതനായത്? 27 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് നെൽസൺ മണ്ടേല 1990 മോചിതനായത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത് വാൻഗോഗ് ആണ്. പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത് വാൻഗോഗ്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹം തലശ്ശേരി പുഴയാണ്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹമാണ് തലശ്ശേരി പുഴ. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത് അരിസ്റ്റോട്ടിലാണ്. പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെയാണ്. CAG ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72. റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം 2016. റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം 2016. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യ യുദ്ധം കൊറിയൻ യുദ്ധമാണ്. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യ യുദ്ധമാണ് കൊറിയൻ യുദ്ധം. അടുത്ത ചോദ്യം. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. മൈക്കലാഞ്ചലോ അന്ത്യവിധി എന്ന ചിത്രം എവിടെ വെച്ചാണ് വരച്ചിരിക്കുന്നത്? മൈക്കലാഞ്ചലോ അന്ത്യവിധി എന്ന ചിത്രം എവിടെയാണ് വരച്ചിരിക്കുന്നത്? സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ആൾത്തറയിലാണ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ആൾത്തറയിലാണ് മൈക്കലാഞ്ചലോയുടെ അന്ത്യവിധി എന്ന ചിത്രം വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. കുറച്ചധികം ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളാകുകൊണ്ട് തന്നെ വരും പരീക്ഷകൾക്ക് സാധ്യതയുള്ള GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.